കുടിക്കൂ. എനിക്ക് ഒരാളെ കൊല്ലണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. ക്ലീറ്റസ്, ഇനി മേലെ തന്നെ വിളിക്കരുത്. ക്ലീറ്റസ്, ഒന്നും കൂടെ ആലോചിച്ചൂടെ? വെയിറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും, എൻ്റെ പ്രശ്നങ്ങളും തീരും. തമ്പിയണ, നമുക്ക് അനിച്ചേന്റെ കട കയറിട്ട് പോവാം. അല്ലെങ്കിലേ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയറിട്ട് പോവാ. ആ പോവാം. മക്കള് രണ്ടും വണ്ടി നിറയിക്ക്. എന്തിന്? എടാ, കിരീട വണ്ടിയല്ലേ, ഇത് ഞാൻ കൊണ്ടുപോവാ. ഇറങ്ങിറങ്ങ്. നിങ്ങക്ക് തരാനുള്ള കാശ് ബാഗിലുണ്ടെന്ന്. അത് കിരിച്ചേട്ടൻ തരും. രാജക്ക, ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. അവൻ ഒരുപാട് പേരുടെ കാശ് പിടിച്ചിട്ടുണ്ട്. ഈ കാശ് എങ്ങാനും അവന്റെ കിട്ടിയാലുണ്ടല്ലോ, അത് പല വഴിക്കും പോകും. പിന്നെ ഞാനേ, അത് ഞങ്ങൾക്കറിയാൻ പാടില്ല. എനിക്കറിയാം. ഹംസു വണ്ടി എടുത്തോ. തിരിച്ചേട്ടൻ ദൈവം മനുഷ്യന്റെ നോക്കിക്കോ. നീ വണ്ടി ഇടറാ. തമ്മിയുടെ ബാലൻസ് വേടാ. വണ്ടി വേന്ന് പറ. എനിക്ക് തമ്മിടാ. താനെന്താടോ കാണിച്ചു? പന്നിനെ ചവിട്ടി ക്ലീസടാ. നീ നിന്നോട് പറഞ്ഞതല്ലേ? ക്ലീൻ വാ, നമുക്ക് ഞാൻ അവരിക്കാം. വേണ്ടല്ലേ? എടാ, ഞാനും ശ്രീകാന്തും തമ്മിലുള്ള പ്രശ്നമല്ലേ? അടി കൊള്ളാലല്ലേ? സൂപ്പർ. കാശ് വെച്ചപ്പോ അതിനെ തല്ലി തോൽപ്പിക്കുന്നോടാ. നിന്റെ കാശ് തരും, നീ ഇപ്പൊ പോ. എവിടെ പോവാൻ? എടാ, നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ ഫിനാൻസ് ചെയ്യുന്നത്. ആരാണെങ്കിൽ നീ ഇപ്പൊ കാശാ. ഇനി നിനക്ക് തരാനുള്ള കാശ് ഇപ്പൊ തരും. അപ്പൊ എന്റെ കാശോ? എന്ത് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ പൈസ നമ്മൾ തിരികെ തരും. നല്ല കടന്നല്ലേ? ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. നിങ്ങൾ നലമ്പൊപ്പിക്കാണോ തിരികെ പോ പ്ലീസ്. ആള് കൂടട്ടാ, കൂടട്ടെ. ഇപ്പൊ എവിടെ നിന്ന് നിനക്ക് ഈ മാനവമാനമൊക്കെ? എന്താടാ നിനക്ക് നാ ഇറങ്ങിപ്പോയോ? കാശ് എവിടാ? ശ്രീകാന്തേട്ടാ, 2 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നീയെ കൂടെ കുറെ ഉണ്ടാക്കിയതല്ലേ. ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ മതി. ആടിയാങ്കി ആടി. ഇനി നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ തന്നെ ചുള പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്ത് കിടക്കുക. എടാ, മറ്റുള്ളവരുടെ കാശിലല്ല ഞങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? എനിക്ക് ഇവന്മാരെ കാശ് തരാൻ ഉണ്ടെന്ന്. അതെ ശ്രീകാന്തേ,
മാറിപ്പോടാ. ദേ, അങ്ങനെ നീ മാറിപ്പോടാ. അതെ നിങ്ങൾ ചെയ്ത വളരെ നന്നായി കേട്ടോ. ഇവന്മാരെ ഒന്നും ഇങ്ങനെ വിടാൻ പറ്റൂല. ക്ലീറ്റസ്, ആ സാറേ. അവരുടെ പണം എത്രയാണെന്ന് ചിലത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. ദാ, നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും. 10 ലക്ഷം രൂപയുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇതാണ് മനീഷ്. ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവറിബഡി സൺഡേ സോങ്ങത്തോണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മനീഷ്. അലോങ് സൈഡ് ദിസ് മീ ആർജെ അജയ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനീഷ്. ദിസ് ഇസ് മാർക്കോണി FM 91.6 ജീവിതം പാട്ടിലാക്കൂ. ഇവനിപ്പോൾ എൻ്റെ മകളുമായിട്ടൊരു അഫെയറില്ല. അവൾ MBBS പഠിക്കുന്നു. അവളെക്കാൾ 2 വയസ്സ് താഴെയായി ഇവൻ. രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി, പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത്. എനിക്കെൻ്റെ മകൾ. ഇന്നത്തെ കാലത്ത് 2 വയസ്സ് കൂടി പോയതിന്റെ പേരിൽ ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല. പ്രശ്നങ്ങളുണ്ട് സാർ. പക്ഷേ ഈ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും. ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ശ്രമിച്ചു നോക്കാം സാർ. നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു 6 10 മാസം. 2 വീക്സ്. യെസ് സാർ. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവിടെ നിന്നേ. എന്താ എന്റെ ഉദ്ദേശം? ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ. ഇതൊരു ശ്രമമാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിനെന്താ തെറ്റ്? സങ്കടം ടം ടം ധർമ്മസങ്കടം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടുന്ന് ഹൈവേ പോവാൻ അന്ന് വോക്ക്വേയിൽ വെച്ച് കണ്ടതല്ലേ? ഗതികെട്ട പുലി ഹൈവേ പോകാനുള്ള വഴി അറിയാം. പുല്ലു തിന്നു. നേരെ പോയി ലെഫ്റ്റ് അല്ല റൈറ്റ്. ശരി, അപ്പൊ താങ്ക് യു. ആ പുല്ലു തിന്ന പുലിക്ക് താങ്ക്സ് ചേട്ടാ, കാണാം. പുലിവാല്.